ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആണ് നമ്മുടെ അബിയാണെങ്കിൽ ജ്വല്ലറിയിൽ മാനേജറൊക്കെ ആയിട്ട് കയറിയിരിക്കുകയാണ്. മാനേജറായിട്ട് അബി കയറിയപ്പോൾ തന്നെ അബി നോട്ടയിട്ടിരിക്കുന്നത് നമ്മുടെ മാളവികയാണ് കേട്ടോ. മാളവിക നല്ല അടിപൊളിയാണല്ലോ, നല്ല സുന്ദരിയാണല്ലോ, അതുപോലെ തന്നെ നല്ല ഇൻ്റലിജൻറ്റുമാണ്. ഏതായാലും നവ്യ എനിക്ക് ഉപേക്ഷിക്കാൻ സമയമായിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇവളെ വളച്ചെടുക്കാം എന്നൊക്കെ അബി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നവ്യാണെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. അബിയുടെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോളെന്നും അനഘയെ ചതിച്ചിരിക്കുന്നത് അബിയാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ജ്വല്ലറിയിലെ ഡേവിഡ് എന്തിനായിരിക്കും ഇങ്ങനെ കള്ളത്തരം എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക, എന്തിനായിരിക്കും അവർ അബിയെ രക്ഷിച്ചിട്ടുണ്ടാവുക, അതിനെക്കുറിച്ചിട്ടൊക്കെ തനിക്കറിയണം എന്നൊരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ നവ്യയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ, അബി മാളവിക ഒന്ന് നോട്ടയിട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നവ്യ അക്കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാളവികയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ പോവാണ് അബി. ആ സമയം തന്നെ നമ്മുടെ നവ്യ അകത്ത് കയറി വരികയും അബിയുടെ കരണം അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബി മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ, മാളവിക ഇവൾ മിടിക്കുകയാണല്ലോ, എന്തായാലും ഇവളെ എങ്ങ് വളച്ചെടുക്കണം. കാരണം നവ്യ ഇനി ഉപേക്ഷിക്കാൻ സമയമായിട്ടുണ്ട്. ജ്വല്ലറിയിൽ ഞാൻ കയറിപ്പറ്റി, ഇനി ഇവിടുന്ന് ഉയരങ്ങളിലേക്ക് അങ്ങ് എത്തണം. അതുകൊണ്ട് തന്നെ അവളെ തള്ളിക്കളയാൻ സമയമായി. അപ്പോഴേക്കും ഒരുത്തി ആവട്ടെ, എന്തായാലും ഇവളെ ഞാൻ വളച്ചെടുക്കും എന്ന് അബി വിചാരിക്കുക. അപ്പം മാളവികയ്ക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം അബി അരച്ച് കലക്കി കുടിച്ചിട്ടാണല്ലോ മാളവിക വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാളവിക മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ്റെ മനസ്സിലിരിപ്പൊക്കെ ഇവൻ്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. എടാ മോനെ, നിന്നെ അരച്ച് കലക്കി കുടിച്ചിട്ട് തന്നെയാടാ ഞാൻ വന്നിരിക്കുന്നത്. പറഞ്ഞു നീ എന്ത് വേണേലും പറഞ്ഞു, എന്തായാലും നീ എൻ്റെ കയ്യിൽ കിടന്ന് പെടയും എന്ന് മാളവികയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. മാളവികയുടെ മനസ്സിലാണെങ്കിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, അബിയെ വളച്ചിട്ടാണെങ്കിലും വേണ്ടില്ല കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഡേവിഡ് അബിയെയും മാളവികയും കൂടെ വിളിക്കുകയാണ്. എന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. കുറേ ഡയമണ്ട്സ് വന്നിട്ടുണ്ട്, എല്ലാം ഫേക്കാണ്, എല്ലാം ക്വാളിറ്റി കുറഞ്ഞ ഡയമണ്ട്സാണ്. അതെല്ലാം നല്ല ഡിസൈൻസുള്ള ആഭരണങ്ങളാക്കി ജ്വല്ലറി വഴി വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് മാളവികയും അതുപോലെ തന്നെ അഭിയെയും കൂടി വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് വെക്കുകയാണ് ഡേവിഡ്. എന്നിട്ട് ഡേവിഡ് മാളവികയോട് പറയുന്നുണ്ട്, മാളവികയോട് ഞാൻ ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഡയമണ്ട്സ് അത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു അസറ്റാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്കിവിടെ ഓർണമെൻറ്റ്സ് ആയിട്ട് വിറ്റഴിക്കണം. അതിനായിട്ട് നല്ല നല്ല ഡിസൈൻസ് കണ്ടുപിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുക. അപ്പം മാളവിക പറയുന്നുണ്ട്, തീർച്ചയായിട്ടും സാർ, ഞാനത് കുറേ ഡിസൈൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനി ആഭരണമായിട്ട് സെറ്റ് ചെയ്ത് എടുത്തേച്ചാൽ മതി, അത് പണിക്കാരനെ കൊടുക്കേണ്ട താമസമേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ അബി ചോദിക്കുകയാണ്, അപ്പോൾ സാറേ അത് ക്വാളിറ്റി കുറഞ്ഞ ഡയമണ്ട്സ് ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതെ സാറേ, അതെ അബി എന്ന് പറയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചധികം ലാഭം ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ ജ്വല്ലറി പണിക്കൂലി ഇല്ലാതെയാണ് ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നത്. അതെങ്ങനെ നമ്മളെക്കൊണ്ട് സാധിക്കുന്നെന്ന് അബി മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയാണ്. നിങ്ങളുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് അത് സാധിക്കുന്നില്ല പണിക്കൂലി വാങ്ങാതെ കൊടുക്കാൻ. കാരണം അവർ നേരായ മാർഗത്തിലൂടെ വരുന്ന സ്വർണം മാത്രമേ ഉള്ളൂ, ടാക്സ് അടച്ച് വന്ന് മാത്രമാണ് ഓർണമെൻറ്റ്സ് ആക്കുന്നത്. അതേസമയം ജ്വല്ലറിയിൽ കള്ള സ്വർണ്ണങ്ങൾ കുറച്ചുകൊണ്ട്, അതുകൊണ്ട് നമുക്ക് പണിക്കൂലി ഇല്ലാതെ തന്നെ കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം സെയിൽ ഉണ്ടാവുന്നതും മൂർത്തീസ് ജ്വല്ലറിയെ പൊട്ടിക്കാൻ സാധിക്കുന്നതും ഒക്കെ. അത് ഇനിയും തുടർന്ന് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ചില തരികിടകളൊക്കെ കാണിക്കണം. അല്ല, അബിക്ക് അറിയാമല്ലോ ഇതൊക്കെ, ബിസിനസ്സിൽ ഇതൊക്കെ പരിചയമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ എന്നൊക്കെ ഡേവിഡ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അബിക്ക് അതങ്ങ് സന്തോഷമായി, ഇഷ്ടം പോലെ അങ്ങ് പിടിക്കുകയും ചെയ്തു. കാരണം കള്ളത്തരം കാണിക്കാൻ അബിയെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ അബി മനസ്സിൽ വിചാരിക്കുക, കൊള്ളാലോ, എനിക്ക് പറ്റിയ സ്ഥലത്ത് തന്നെ ഞാൻ വന്ന് പെട്ടിരിക്കുന്ന. ഏതായാലും ഇവിടെ അല്ലറ ചില്ലറ കള്ളത്തരങ്ങളുണ്ട്, അല്ലറ ചില്ലറയല്ല, നല്ല രീതിയിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനും കൂടി ഒന്ന് കളിച്ചാൽ എനിക്ക് കുറച്ച് കോടികളൊക്കെ അങ്ങ് ഉണ്ടാക്കാം എന്ന് അബി മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഡേവിഡിനും കാര്യം മനസ്സിലായി കേട്ടോ, അബി തരികിടയാണല്ലോ, ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞ് അബിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഡേവിഡിനും മനസ്സിലായി. അപ്പോൾ ഡേവിഡ് ചോദിക്കുക, അല്ല അബി എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അബിക്ക് ഈ കാര്യങ്ങളോട് സഹകരിച്ചു പോകാമെന്ന് ചോദിക്കുക.
അപ്പോൾ അബി പറയുന്നുണ്ട് എനിക്കെന്ത് ബുദ്ധിമുട്ട്, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ഇതുമൊക്കെ ആയിട്ട് അങ്ങ് സഹകരിച്ചങ്ങ് പോകും. നല്ല കാര്യമല്ലേ, നമുക്ക് കുറച്ച് പണം ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയിൽ ഇതൊന്നും നടക്കില്ല. അവിടെ ആദർശും മുത്തശ്ശനും ഒന്നും ഇതിനോട് അങ്ങ് അടുക്കുക പോലുമില്ല. അവിടെയുള്ളവരൊക്കെ ഭയങ്കര സത്യസന്ധന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ അവിടെ അടുപ്പിക്കാത്തത്. ഞാൻ അവിടെ നിന്നപ്പോൾ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ബില്ലില്ലാതെ വിറ്റു, ടാക്സിൽ കുറച്ച് വെട്ടിപ്പൊക്കെ നടത്തി. അതിൻ്റെ പേരിൽ അവിടെ നിന്ന് എന്നെ പുറത്താക്കിയത് എന്ന് പറയാം. ഡേവിഡ് പറയുന്നുണ്ട് ഇവിടെ ആ പ്രശ്നമൊന്നുമില്ല, നമുക്ക് എങ്ങനെയും ബിസിനസ് ചെയ്ത് കുറച്ചധികം പണം ഉണ്ടാക്കണം. ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതിനായിട്ട് നിങ്ങൾ സ്റ്റാഫ് എല്ലാവരും സഹകരിച്ച് നിന്നാൽ നിങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അത് മാളവികയോടാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്ന് ഡേവിഡ് പറയാം. അപ്പോൾ മാളവികയ്ക്ക് മനസ്സിൽ നല്ല ദേഷ്യം ഉണ്ടെങ്കിലും മാളവിക പറയുന്നുണ്ട്, അതെ സാർ, ഞാൻ സഹകരിച്ച് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആ ഡിസൈൻസൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു സെയിൽ ഉണ്ടാക്കിയെടുക്കണം സാർ എന്ന് പറയാണ്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, എന്നാൽ ഉടനെ തന്നെ ആ ഡിസൈൻസ് എല്ലാം കൊണ്ടുവന്ന് പണിക്കാരെ ഏൽപ്പിച്ച് നമുക്ക് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കണം. ആ ഡയമണ്ട് എത്രയും വേഗം വിറ്റഴിക്കണം. അത് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒരു ന്യൂസ് ലീക്കായിട്ടുണ്ടെങ്കിൽ ഇവിടെ റെയ്ഡും കാര്യങ്ങളും ഒക്കെ വരും. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതൊന്നും പുറത്തിറക്കാനേ പറ്റില്ല. നമ്മൾ പെട്ടുപോകും, കോടികളുടെ നഷ്ടം നമുക്കുണ്ടാവും. അത് മനസ്സിലാക്കണം. അബിയും അത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അബി പറയാം, ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. ഞാൻ മാളവികയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ സാർ എന്ന് പറയുമ്പം ഡേവിഡ് പറയാണ്, ശരി, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം എടുക്കുക, ഞാനങ്ങ് പോവാമെന്ന് പറഞ്ഞ് ഡേവിഡ് അങ്ങ് പോവാം. അപ്പോൾ മാളവികയുമായിട്ട് സംസാരിക്കുകയാണ് അബി. എന്നിട്ട് മാളവികയോട് പറയുന്നുണ്ട്, മാളവിക, ഡേവിഡ് സാറ് പറഞ്ഞത് കേട്ടല്ലോ, ഇതുവഴി നമുക്കും കുറച്ചധികം പണം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ മാളവിക സമ്പാദിക്കുന്നുണ്ടെന്നറിയാം. 25 വയസ്സിനോടിടയിൽ ഇത്രയധികം രൂപ സമ്പാദിക്കുന്ന പെൺകുട്ടികൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇതുകൂടി ചെയ്താൽ മാളവികയ്ക്ക് നല്ലൊരു സ്റ്റാൻഡിലെത്താം, ഫിനാൻഷ്യലി നല്ല സ്റ്റേബിളായിട്ട് നിൽക്കാം. അതുകൊണ്ട് നല്ല സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പറയാം. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്, അടുത്ത ദിവസം തന്നെ സാറിൻ്റെ ആ ഡിസൈൻസ് എല്ലാം കൊണ്ട് തരാം. അത് വെച്ച് നമുക്ക് ഡയമണ്ട് ഓർണമെൻറ്റ്സ് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യാമെന്ന് പറയാം. ശരി, മാളവിക എന്നാൽ പൊയ്ക്കോളാൻ പറയാണ്. മാളവിക അവിടുന്ന് പുറത്തിറങ്ങുക. അപ്പോൾ മാളവിക മനസ്സിലിങ്ങനെ വിചാരിക്കുക, നിന്നെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് വിറ്റ് കാശുണ്ടാക്കിക്കാടാ ഞാൻ, അതിനുള്ള അവസരം ഉണ്ടാക്കി തരാം. ഇതിനൊക്കെ ഉള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം ഈ ഡിസൈൻസൊക്കെ കൊണ്ട് തന്ന് ഓർണമെൻറ്റ്സ് ആക്കട്ടെ, അതിനൊക്കെ ശേഷം വേണം പണി കൊടുക്കാനായിട്ട് ഇവനൊക്കെ. അല്ലാതെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാമെന്ന് ഇവനൊന്നും വിചാരിക്കേണ്ട എന്ന് മാളവികയും മനസ്സിൽ വിചാരിക്കുക. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ മാളവിക ആദർശിനെ വിളിക്കുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ മാളവികയെ, എന്താ അവിടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അബി കൂടി അവിടെ വന്നിട്ടില്ലേ, അവനെങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അബിയുടെ ആ സ്ഥായിയായ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നെ കണ്ടപ്പോൾ അവന് കുറച്ച് ഇളക്കമൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, അവിടെ നല്ല അവസരം അവന് കിട്ടുന്നത് കള്ളത്തരം കാണിക്കാനായിട്ടേ. കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദർശിനോട്. അത് ഓർണമെൻറ്റ്സ് ആക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ജ്വല്ലറി വഴി വിറ്റഴിക്കാനാണ് ഡേവിഡിൻ്റെയും അബിയുടെയൊക്കെ പ്ലാൻ. അതിന് എന്നെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞാനെല്ലാത്തിനും സമ്മതം മൂളിയിട്ടുമുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഉടനെ ആദർശ് പറയുന്നുണ്ട്, ശരിയാണ് മാളവികയെ, അതങ്ങനെ തന്നെ നിന്നു. മാളവിക അതിനൊരു എതിർപ്പും പറയാൻ നിൽക്കണ്ട. നമ്മുടെ കാര്യം സാധിക്കുന്നത് വരെ അങ്ങനെ തന്നെ അങ്ങ് നിന്നോണം. എന്നിട്ട് വേണം അവന്മാരെ കൊടുക്കാൻ. സംഭവം റെഡി ആവട്ടെ, എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് നല്ല 8 പണി തന്നെ കൊടുക്കണം എന്ന് പറയാം. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അവർ കട്ട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും അനിയെയുമാണ് കേട്ടോ. അപ്പം നന്ദു അനിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നാളെയാണല്ലോ നമ്മുടെ നവീൻ പറഞ്ഞിരിക്കുന്ന ആ പാർട്ടി എന്ന് പറയുക അനിയോട്. അനിക്കതപ്പോൾ അത്ര പിടിക്കുന്നൊന്നുമില്ല. അനി പറയണേ, അതെ, നീ അത് ഓർത്ത് വെച്ചോണ്ടിരിക്കുകയാണല്ലേ. ഇപ്പം ആവശ്യമില്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പം നവീൻ ഇത് നടത്തുന്നത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, എന്താ നിന്നെ നവീനേട്ടൻ വിളിച്ചില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്നെ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം, നിന്നെ വിളിച്ചൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അവൻ എന്നോട് കാര്യം പറഞ്ഞത്. അല്ലേ, ഇപ്പം ഈ പാർട്ടിയുടെയൊക്കെ ആവശ്യം എന്താ? അല്ലെങ്കിലും നവീനിപ്പം അടിക്കടി പാർട്ടിയും എല്ലാം നടത്തിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്, ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച്. എന്താണെന്ന് അറിയില്ല എന്ന് അനി പറയുമ്പം നന്ദു പറയാം, എന്താടാ നീ അങ്ങനെയൊക്കെ ഒരു കുശുമ്പ് പറയുന്നത്? ഇപ്പം നീ പറഞ്ഞതിൽ എന്തോ ഡബിൾ മീനിങ് ഉണ്ടല്ലോ. നവീനേട്ടന് അങ്ങനെ ഒരു മനസ്സിലൊന്നും വച്ചുകൊണ്ടൊന്നും അല്ലെന്നേ പെരുമാറുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോ കേസ് ജയിക്കുമ്പം അതിൻ്റെ സന്തോഷത്തിന് ഓരോ പാർട്ടി നടത്തുക. നമ്മളെപ്പോലെ കുറച്ച് ഫ്രണ്ട്സല്ലേ പാർട്ടിക്കുള്ളൂ. അത് നവീനേട്ടനും കൂടെ ഒരു സന്തോഷമായിരിക്കും. അതിന് നമ്മളെന്തിനാ എതിർപ്പ് പറയുന്നേ എന്ന് നന്ദു പറയാം. അനി പറയുന്നുണ്ട്, ഇല്ല എതിർപ്പൊന്നുമില്ല. അപ്പോൾ അനിയോട് നന്ദു പറയാം, നാളെ നമുക്ക് 2 പേർക്കും ഒന്നിച്ച് നവീനേട്ടൻ്റെ ആ പാർട്ടിക്ക് പോകണം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ അനിക്ക് സന്തോഷമാവുകയാണേ, നന്ദുവായിട്ട് ഒന്നിച്ച് പോകാമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ. അപ്പം അനി പറയാണ്, അല്ല ഞാൻ വണ്ടിയായിട്ട് വരാം, നീ എൻ്റെ കൂടെ തന്നെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരാം, നമുക്ക് ഒന്നിച്ച് തന്നെ പാർട്ടിക്ക് പോകാമെന്ന് നന്ദു സമ്മതിക്കുകയാണ്.
അപ്പോഴേക്കും അങ്ങനെ അനിയും നന്ദുവും കൂടെ പിറ്റേ ദിവസം പാർട്ടിക്കൊക്കെ പോകാനായിട്ട് റെഡിയാകുന്നുണ്ടെങ്കിലും നവീൻ അവിടെ എന്താണെന്ന് വെച്ചാൽ പാർട്ടിയൊക്കെ റെഡിയാക്കി വെക്കുന്നത് നന്ദുവിനെ ഉദ്ദേശിച്ച് തന്നെയാട്ടോ. നന്ദുവായിട്ട് കൂടാനും നന്ദുവിനെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നവീൻ ആ പാർട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നന്ദുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. ആ പാർട്ടി വെച്ചിട്ട് ഇഷ്ടമാണെന്ന് നന്ദുവിനോട് തുറന്ന് പറയണം എന്നുള്ള ഒരു ചിന്താഗതി കൂടി നവീൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഈ പാർട്ടിയെല്ലാം റെഡിയാക്കി ഇരിക്കുകയാണ്. നവീൻ മനസ്സിലാലോചിക്കുകയാണ്, നന്ദുവിനെ ഞാൻ തന്നെ ചെന്ന് പിക്ക് ചെയ്യണം, നന്ദുവിനോട് എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കണം, എനിക്ക് നന്ദുവിനെ പ്രൊപ്പോസ് ചെയ്യണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കേസ് ജയിച്ചതിൻ്റെ ഒന്നുമല്ല. ഞാനും നന്ദു വേറെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതിൽ അനി കൂടിയുണ്ട്. അനിയുടെ മനസ്സിലെന്തോ നന്ദുവും ഞാനും കൂടെ ഒന്നിക്കുന്നതിനോട് അത്ര താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി അവൻ്റെ മനസ്സിലെങ്ങാനും നന്ദുവിനോട് ഇഷ്ടമുണ്ടോ എന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും അവൻ്റെ മുന്നിൽ വെച്ച് കൂടി ഈ കാര്യം നേരിട്ട് നന്ദുവിനോട് പറഞ്ഞു. നന്ദുവിൻ്റെ മനസ്സ് എനിക്ക് അറിയണം. ഇനി അങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. അമ്മയും അപ്പൂപ്പനും ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിലും അവരുടെ മുമ്പിൽ എനിക്ക് നടുവ് നിർത്തി നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ നന്ദുവിൻ്റെ സമ്മതം തന്നെ വേണം. നല്ലൊരു ദിവസമായിട്ട് നാളെ തന്നെ അവളെ പ്രപ്പോസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നവീനിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നന്ദുവിനെ പിക്ക് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നന്ദുവിനെ വിളിക്കുകയാണ് പാർട്ടിയുടെ സമയമാകുമ്പം. അതേസമയം നന്ദു അനിയും കൂടെ ഒന്നിച്ച് വരാമെന്ന് വിചാരിച്ചാണ് അവരിയ്ക്കുന്നത്. അതേ സമയത്ത് നവീനാണെങ്കിൽ നന്ദുവിനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ചെല്ലുക നന്ദുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ. അപ്പം നന്ദു വണ്ടി വന്ന് നിൽക്കുന്നതായിട്ട് ഇറങ്ങി വരുമ്പോൾ നവീനാണ് കേട്ടോ. അല്ല, നവീനേട്ടനതേ ഇപ്പം ഇങ്ങോട്ട് പാർട്ടിയിലെ വൈകിട്ട് എന്താ പിന്നെ വന്നതെന്നൊക്കെ ചോദിക്കുക നന്ദു. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, അത് ഞാൻ നന്ദുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയാം. അപ്പോൾ ഉടനെ കനകയും ഗോവിന്ദനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കനകയും ഗോവിന്ദനും കൂടെ നവീനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. നവീൻ മോനോ വാ കയറി വാന്നും പറഞ്ഞ് കനക വിളിച്ച് അകത്തേക്ക് കയറ്റുക. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് നവീൻ. അപ്പം കനക പറയുന്നുണ്ട്, മോനിരിക്കും ഞാൻ ചായ എടുക്കാമെന്ന് പറയാം. അപ്പോൾ നവീൻ പറയുന്നുണ്ടോ, വേണ്ട ചായയൊന്നും വേണ്ട, ഞാൻ നന്ദുവിനെ ഒന്ന് കാണാൻ വന്നതാണ്. പിന്നെ എനിക്ക് ഒരു പാർട്ടിയുണ്ട്. അല്ല, ഇവളിവിടെ പറഞ്ഞിരുന്നു, പാർട്ടിയെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. എന്താ മോന് പ്രത്യേകിച്ച് ഏതെങ്കിലും കേസ് ജയിച്ചതിൻ്റെ പാർട്ടിയാണോ എന്നൊക്കെ കനക ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, 1-2 കേസുകളൊക്കെ ജയിച്ചു, ഒരു സന്തോഷം, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ഗെറ്റ് ടുഗദർ, അത്രയൊക്കെ ഉള്ളൂ. അല്ല, നന്ദുവിനെ വിളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയാം. അപ്പോൾ ഉടനെ നന്ദുവിനാകെ ടെൻഷനാവുകയാണ്. കാരണം അനിയോട് കൂടെ പോകാമെന്നല്ലേ നന്ദു അനിയോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട്, അതെന്താ നവീനൻ ഇപ്പോൾ ഇവിടെ വന്ന് എന്നെ പിക്ക് ചെയ്യുന്നത്? അതിനൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ, ഞാൻ സമയമാകുമ്പോൾ അങ്ങോട്ട് എത്തുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലേ നവീനേട്ടനോട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാമെന്ന്. ഇപ്പം എന്തിനാ പിന്നെ ഇവിടം വരെ വന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ കനക, അതെന്താ നന്ദു നീ അങ്ങനെ പറയുന്നത്? നവീൻ മോൻ്റെ സന്തോഷം കൊണ്ടല്ലേ അവൻ നിന്നെ വന്ന് വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്തിനാ വന്നത്? തനിയെ വന്നോളാന്നാണോ അവനോട് പറയേണ്ടത്? വേഗം ഒരുങ്ങി അവൻ്റെ കൂടെ ചെല്ല്, പാർട്ടി തുടങ്ങാറായില്ലേ, ഗസ്റ്റൊക്കെ വരുന്നതിന് മുമ്പ് നവീൻ അവിടെ വേണ്ടേ, അതുകൊണ്ട് നന്ദു നീ ചെല്ല് എന്ന് പറയാണ്. അപ്പോഴും നന്ദു പറയുന്നുണ്ട്, വേണ്ടമേ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം, ഇപ്പോഴേ ഇത്ര നേരത്തെ അവിടെ ചെല്ലേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാം. അപ്പം കനക പറയും, എൻ്റെ നന്ദു നീ ചെല്ല്, നവീമോൻ ഇവിടെ വരെ കഷ്ടപ്പെട്ട് വന്നിട്ട് നീ അവനെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ എന്ന് പറയാണ്. അങ്ങനെ നന്ദു അകത്തേക്ക് പോവുകയാണ്. നന്ദു അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറുകയാണ്. നന്ദുവിൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം. അപ്പം മുറിയിൽ കയറി കഴിയുമ്പം നന്ദു അനിയെ വിളിക്കുകയാണ്. അനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അനി ഒരു പ്രശ്നമുണ്ട് അനി എന്ന് പറയാം. എനിക്ക് ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയുന്നത്, എന്ത് പ്രശ്നമാണ്? നമ്മൾ പാർട്ടിക്ക് പോകാൻ റെഡിയാവുമല്ലേ, ഞാൻ അവിടെ വരാം, വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ, വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ, അതുകൊണ്ട് ഞാൻ അവിടം വരെ വരാം, നീ അങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ അനി പറയുക. അപ്പം നന്ദു പറയുക, സോറി അനി, എനിക്ക് വരാൻ പറ്റില്ല, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അല്ല, എന്ത് പ്രശ്നമുള്ളത് നിനക്കിപ്പം, പെട്ടെന്ന് എന്താ പ്രശ്നം, നീ ശരിക്കും എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ എന്ന് അനി ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അല്ല അതൊന്നും അല്ല, നവീനേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്, എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് പറയാം. അപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരിക, അവനെന്തിനാ നിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ അവനെന്തിനാ വരുന്നത്? പാർട്ടിക്ക് വിളിച്ചെങ്കിൽ ആ സമയമാകുമ്പോൾ നീ അങ്ങോട്ട് ചെല്ലിയല്ലേ, നിനക്ക് പറയാൻ മേലായിരുന്നു അവനോട് തനിയെ വന്നോളാന്ന്, ഇപ്പോൾ എന്തിനാ അവൻ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എൻ്റെ പൊന്നനി നീ പിണങ്ങല്ലേ, ഞാൻ അവനോട് പറഞ്ഞതാ, തനിയെ വന്നോളാന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷേ നവീനേട്ടൻ പോകുന്ന മട്ടൊന്നുമില്ല. പിന്നെ മാത്രമല്ല, അമ്മയും അച്ഛനും പറയുന്നു നവീനേട്ടൻ ഇവിടം വരെ വന്നതല്ലേ, നവീനേട്ടൻ്റെ കൂടെ തന്നെ നിനക്ക് പോയാൽ എന്താണെന്ന് ചോദിച്ച് എന്നെ നിർബന്ധിക്കുക, ഞാനിപ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പോൾ അനി പറയാം, ശരി നിനക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, ഏതായാലും ഈ പാർട്ടിക്ക് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അനി അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നന്ദു ഒരുങ്ങിയൊക്കെ ഇറങ്ങുക. നന്ദുവിന് ഭയങ്കര വിഷമമൊക്കെയാണ്. ഒരുങ്ങി ഇറങ്ങുമ്പോഴേക്കും നവീൻ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് പാർട്ടിക്കായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നവീൻ മനസ്സ് ഓർക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിലും നന്ദു ആ പല ടെൻഷനിലാണ്. പെട്ടെന്ന് നന്ദുവിനൊരു കോള് വരുന്നുണ്ട് കേട്ടോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന്.
അങ്ങനെ നന്ദു അവിടുന്ന് ഫോണൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്, നവീനോട് പറയുന്നുണ്ട്, നവീനേട്ടാ ഒന്നും തോന്നരുത്, എനിക്ക് എമർജൻസി ആയിട്ട് സ്റ്റേഷനിൽ ചെല്ലേണ്ട കാര്യമുണ്ട് ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞ് നവീൻ്റെ അടുത്തുനിന്ന് നന്ദു പോവുക. അപ്പം നവീൻ ആപ്പാടെ ചമ്മി നാറി ആപ്പാടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനൊക്കെ ശേഷം പിന്നെ നമ്മുടെ ആദർശിനെയും നയനെയും കാണിക്കുക. അപ്പം സംഭവം ഒന്നും റെഡി ആയിട്ടില്ലല്ലോ. അപ്പോൾ ആദർശിനോട് നയനെ ചോദിക്കുകയാണ്, ആദർശേട്ടാ മാളവിക പറഞ്ഞ പോലെ അബി അവിടെ കയറിയത് അവനൊരു നല്ല ഉപകാരമാകുമല്ലേ? ഇവിടെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഈ കളത്തരങ്ങളൊന്നും അവന് കാണിക്കാൻ പറ്റാത്തത് ഇപ്പോൾ അവിടെ ജ്വല്ലറി കാണിക്കാൻ പറ്റും. അവരും ഇതെന്ത് കണ്ടതാണെന്ന് അറിയില്ലേ. ഏതായാലും നല്ല തരികിടകൾ തന്നെയാണ് അവർ, അതുകൊണ്ടല്ലേ അവരും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ അബി അവിടെ എടുക്കുകയല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയുക, അവർ തരികിടയാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ലേ, നമ്മളെ ചതിക്കാൻ ശ്രമിക്കുക, നമ്മുടെ ജ്വല്ലറി ഇതേ ഇപ്പം കൂപ്പ് കുത്തിയിരിക്കുക, അതിനൊക്കെ കാരണം അവർ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നയന പറയുന്നുണ്ട്, അത് നേരാണ്, ഈ വിഷുവിന് നമ്മുടെ സെയിൽ ഒത്തിരി താഴോട്ട് പോയി, അത് അനിയെ ബാധിച്ചിട്ടുണ്ട്. അനിയെ മുത്തച്ഛൻ നല്ല രീതിയിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അനിയെല്ലാം ഇട്ടെറിഞ്ഞ് പോകുമെന്ന സംശയം. ആദർശേട്ടൻ ചെന്നാലേ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ ജ്വല്ലറി എന്ന് അവൻ പറയുന്നത്. അവൻ രാജിവെച്ചോളാന്ന് പറഞ്ഞാൽ അപ്പോൾ മുത്തച്ഛൻ അതിന് സമ്മതിച്ചില്ല. നിന്നെ രാജിവെക്കാറാമെന്ന് ഞാൻ പറയാമെന്നാണ് മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ജ്വല്ലറിക്കാരുടെ കളി കൊണ്ടാണ് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി ഇങ്ങനെ പോയത്. ഇങ്ങനെ പോയ ആദർശേട്ടാ മൂർത്തീസ് ജ്വല്ലറി ഇല്ലാതാവുമല്ലോ, നമ്മളിങ്ങനെ മാറി നിൽക്കുക ഈ സമയത്ത് എന്ന് പറയുമ്പോൾ ആദർശ് പറയുക, സാരില്ല, അങ്ങനെയൊന്നും മൂർത്തീസ് ജ്വല്ലറി ഇല്ലാതാവില്ല, മുത്തശ്ശനുള്ളിടത്തോളം കാലം മൂർത്തീസ് ജ്വല്ലറിയും കാണും. എന്തെല്ലാം പ്രശ്നം വന്നാലും മുത്തശ്ശൻ അതിൽ നിന്നൊക്കെ കരകയറ്റിക്കൊണ്ട് വരും. നമ്മൾ കാണുന്ന പോലൊന്നും അല്ല, മുത്തശ്ശൻ മനസ്സിൽ എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട് എന്ന് ആദർശവും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം വീട്ടിൽ മുത്തശ്ശനും എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ അവന്തികയുണ്ടല്ലോ, അവന്തികയാണെങ്കിൽ ഇതിൻ്റെ അകത്തെല്ലാം കിടന്ന് കളിക്കുന്ന ആളാണല്ലോ. അബി അവിടെ ജ്വല്ലറി പോയിരിക്കുന്നത് അവന്തികയ്ക്ക് അറിയുകയും എല്ലാ കാര്യങ്ങളും നല്ല സപ്പോർട്ടുണ്ടെങ്കിലും അബി ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ്. ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് അവന്തികയാണെങ്കിൽ ഒന്നും അറിയാൻ മേലാത്ത പോലെ വന്നിട്ട് അബിയോട് പറയുകയാണ്, ആഹാ ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോവായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതെ എനിക്കും വേണ്ട ഒരു ജോലി, ഇവിടെ എല്ലാവരും എന്നെ താഴ്ന്നിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ജ്വല്ലറിയിലേക്ക് പോവാം, അല്ല നീ എന്തിനാ ഇപ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ വന്നാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഒരു ലോഡ് ഉപദേശം കൊടുക്കുകയാണ് നമ്മുടെ അവന്തിക. അബി ഈ മര്യാദയ്ക്ക് നോക്കിയും കണ്ടു അവിടെ നിൽക്കണം, നിന്റെ താരികയുടെ സ്വഭാവം ഒന്നും എടുത്ത് ജ്വല്ലറിക്കാരുടെ അടുത്ത് ചെല്ലരുത്, അവർ തൂക്കിയെടുത്ത് നിന്നെ വെളിയിലിടും. അല്ലെങ്കിലും നിനക്ക് പറ്റിയ ആൾക്കാരായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ നിന്നെ അവിടെ മാനേജറായിട്ട് വെച്ചത്, അല്ലാതെ നിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ജോലിക്ക് വെക്കുമോ? ഇതുപോലെ തട്ടിപ്പ് നടത്തി സ്വന്തം ജ്വല്ലറിയിൽ നിന്ന് തന്നെ കള്ളത്തരം കാണിച്ചുകൊണ്ട് നടന്നവനെ വേറെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ജോലിക്ക് വെക്കുമോ? പിന്നെ ഈ ജ്വല്ലറിക്കാർ നിന്നെ എടുത്തതിന് പിന്നിൽ എന്തെല്ലാം കളികൾ കാണും എന്ന് പറയാണ്. അപ്പോൾ തന്നെ അബി പറയാണ്, അതിൻ്റെ പുറകിൽ ഒരു കളിയില്ല, എൻ്റെ ഭാര്യ നവ്യ അവരുടെ മോഡലാണ്, നവ്യ റെക്കമെൻഡ് ചെയ്തതുകൊണ്ടാണ് എന്നെ അവിടെ മാനേജറായിട്ട് എടുത്തത് എന്ന് പറയാണ്. ഉടനെ നവ്യം പറയാണ്, അല്ല അതിൻ്റെ പുറകിൽ എന്ത് കളത്തരം ഉണ്ടെന്നാണ് പറയുന്നത്, ഞാൻ അവരുടെ മോഡലല്ലേ, ഞാൻ പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി കൊടുത്തു, അത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുക. ഉടനെ അവന്തിക പറയാണ്, ഓ നവ്യേടത്തിയെ അവിടെ മോഡലായിട്ട് എടുത്തതും നമ്മുടെ കുടുംബത്തെ താഴ്ത്തിക്കെട്ടാനാണെന്നാണ് തോന്നുന്നത്, അല്ലാതെ നവ്യേടത്തിയുടെ മേന്മ കൊണ്ടൊന്നും ആണെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ഭയങ്കരമായ ഒരു മോഡലൊന്നും അല്ലല്ലോ നവ്യേടത്തി. ഉടനെ നവ്യ പറയുക, അവന്തികെ വെറുതെ രാവിലെ ചൊറിഞ്ഞുകൊണ്ട് വരരുത് കേട്ടോ, അബി മര്യാദയ്ക്ക് ഒരു ജോലിക്ക് പോവാണ്, അതിന് ഇവിടുന്ന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാലും ഇങ്ങനെയുള്ള പണി നടത്തരുതെന്ന് പറയാണ്. അങ്ങനെ അബി ജോലിക്കൊക്കെ പോവാണ് കേട്ടോ. അബി പക്ഷേ പോകുന്നുണ്ടെങ്കിലും അവിടെ ആ മാളവികയെ തന്നെ ലക്ഷ്യം ഇട്ടിരിക്കുകയാണല്ലോ. മാളവികയോട് ചൊറിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മാളവികയെ വിളിക്കുകയാണ് അബി കേട്ടോ. അബി മനസ്സിൽ വിചാരിക്കുക, ഇന്ന് നല്ലൊരു ദിവസമാണ്, മാളവികയെ ഒന്ന് കാണാം, രാവിലെ തന്നെ അവളുടെ മുഖം കാണുന്നത് ഒരു ഐശ്വര്യമാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. എന്നിട്ട് മാളവികയെ വിളിക്കുകയാണ്, ആ ഡിസൈൻസൊക്കെ ആയിട്ട് എൻ്റെ ക്യാബിനിലേക്ക് വരുമെന്ന് പറയുക. അപ്പോൾ മാളവിക ആ ഡിസൈനുകളൊക്കെ ആയിട്ട് വരികയാണ്. അപ്പം മാളവികയുടെ മനസ്സിലുണ്ട് അബിയുടെ കോഴിത്തരം മുഴുവൻ മാളവികയുടെ മനസ്സിലുമുണ്ട്. അങ്ങനെ മാളവിക അങ്ങോട്ട് ഡിസൈൻസൊക്കെ ആയിട്ട് ചെല്ലുകയാണ്. ചെല്ലുമ്പം നമ്മളെ നവ്യയ്ക്കും അറിയാം, നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ ആ മാളവികയെ വളച്ചിട്ടിരിക്കുക, ഏതായാലും അനഘയെ ചതിച്ചതുപോലെ മാളവികയെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അവളുടെ പുറകെ തന്നെ കൂടിയിരിക്കുക, ഇങ്ങനെ പോയ ആ പെണ്ണും ചതിയിൽ വീഴും, ഇവൻ കാരണം ഇനി വേറൊരു പെണ്ണും ചതിയിൽപ്പെടാൻ പാടില്ല എന്ന് നവ്യ വിചാരിച്ചിട്ട് നവ്യയാണെങ്കിൽ ഈ രീതിയിൽ ആ അബിയെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. മാളവിക ഡിസൈൻസൊക്കെ ആയിട്ട് അബിയുടെ ക്യാബിൻ ചെന്ന് ഇരിക്കുമ്പോഴേക്കും ഡിസൈനൊക്കെ കാണിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അഭിപ്രായങ്ങളിലൊന്നും അല്ല അബി ശ്രദ്ധിക്കുന്നത്, അബി മാളവികയാണ് ശ്രദ്ധിക്കുന്നത്. മാളവികയോട് കൂടുതൽ അടുത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യണം. മാളവികയോട് പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ നല്ല രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ്, നിന്നെ എല്ലാ രീതിയിലും ഞാൻ സപ്പോർട്ട് ചെയ്യാം, നിന്നെ ഇതേ ഈ ജ്വല്ലറിയുടെ മാനേജ്മെൻറ്റിൽ തന്നെ കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റും, അല്ലാതെ ഇവിടുത്തെ ഒരു വേറൊരു ഡിസൈനറായിട്ട് ഇരിക്കേണ്ട ആളൊന്നുമല്ല,
നല്ല കഴിവുള്ള കുട്ടിയല്ലേ, ലക്ഷങ്ങൾ നിനക്ക് മാസം സമ്പാദിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ആ മാളവികയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയും മാളവികയോട് വല്ലാത്ത രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാളവികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മാളവിക ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മാളവികയുടെ തോളത്തൊക്കെ കൈവച്ച് മാളവിക ഇങ്ങനെ ചേർത്ത് പിടിക്കാനൊക്കെ പോവുക. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ നവ്യ പുറത്തുണ്ട്. നവ്യയ്ക്ക് അറിയാം ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. നവ്യ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരികയാണ്. കയറി വന്നിട്ട് അബിയോട് പറയാം, എടാ അബി, എന്താടാ ഈ കാണിക്കുന്നത്? നിന്റെ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലേ? ഇതൊക്കെ ഞാനിവിടെ പ്രതീക്ഷിച്ചിരുന്നു. ആദ്യമേ തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പല പെൺകുട്ടികളെയും ചതിച്ച പോലെ ഇനി ഈ പെണ്ണെ കൂടി ചതിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ലെന്ന് പറഞ്ഞ് കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ് അബിക്കിട്ട്. അപ്പം മാളവികയ്ക്ക് നല്ല സന്തോഷമാവാണ്. കറക്റ്റ് സമയത്ത് തന്നെ നവ്യ വന്നു എല്ലാം കാണുകയും ചെയ്തല്ലോ. അബിയാണെങ്കിൽ നവ്യയുടെ നേരെ ചാടിക്കടിക്കുന്നുണ്ട്. നീ എന്തിനാടി എൻ്റെ ക്യാബിനിലേക്ക് കയറി വന്നതെന്നൊക്കെ ചോദിച്ച് ചാടിക്കടിക്കുന്നുണ്ട്. അങ്ങനെ മാളവികയെ ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മുടെ നവ്യ രക്ഷിക്കുന്നുണ്ട്. അബിയുടെ തനിഗുണം കാണുന്നുമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്